നിമിഷം ഈ നിമിഷം ആരാധനയുടെ നിമിഷം ഹൃദയങ്ങളൊന്നാകും നിമിഷം യേശുനാഥനെഴുന്നള്ളും നിമിഷം എന്നുള്ളം തലോടുന്ന നിമിഷം ഈ നിമിഷം ആരാധനയുടെ നിമിഷം ഹൃദയങ്ങളൊന്നാകും നിമിഷം യേശുനാഥനെഴുന്നള്ളും നിമിഷം എന്നുള്ളം തലോടുന്ന നിമിഷം ഈ നിമിഷം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് വായിക്കുവാനായി നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതപ്പെട്ടിരുന്നത് അവൻ കണ്ടു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, അന്ധർക്ക് കാഴ്ച നൽകുവാൻ, ബന്ധിതർക്ക് മോചനം നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇപ്പോൾ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഈശോ തമ്പുരാൻ്റെ ശുശ്രൂഷയുടെ ഉദ്ഘാടനമാണ് ലൂക്കാ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നത്. ലൂക്ക ഈശോയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ഈശോ ആരാണെന്ന്. ആത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. താൻ മിശിഹായാണ്. എൻ്റെ പിതാവ് അയച്ച, പിതാവിനാൽ അയക്കപ്പെട്ട മിശിഹായാണ് ഞാൻ. അയക്കപ്പെട്ടവനാണ് ഞാൻ. അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഒരു വലിയ ദൗത്യവുമായിട്ട് ഈശോ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക്, ദൈവം ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ചെയ്യുവാനായിട്ട് ഈ മണ്ണിലേക്ക് ഈശോ തമ്പുരാൻ വന്നിരിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായി പുത്രൻ തമ്പുരാൻ ഈ മണ്ണിലേക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുമുട്ടിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ തീർത്തും രോഗിയായിരിക്കുന്നു. ഒരു മേജർ ഓപ്പറേഷന് വേണ്ടി പോവുകയാണ്. ഏതാനും ആഴ്ചകളെ ആയുള്ളൂ രോഗപീഠ കണ്ടുപിടിച്ചിട്ട്. ഇദ്ദേഹം അന്നു മുതൽ ചെയ്യുന്നൊരു കാര്യം, ഈ കത്തീഡ്രൽ തുറക്കുന്നതിന് മുമ്പ് വെളുപ്പിന് 5 മണിക്ക് ഈ മനുഷ്യൻ പള്ളിയുടെ മുറ്റത്തുണ്ട്. രാവിലെ 5:30 മണിക്ക് അച്ഛന്മാർ സിസ്റ്റേഴ്സുമൊക്കെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാർത്ഥന. ഈ മനുഷ്യൻ വന്ന് വെളിയിൽ പുറകിൽ വെറുതെ നിൽക്കും. തുടർന്ന് ജപമാല ചൊല്ലും, കുർബാന പങ്കെടുക്കും, ഇദ്ദേഹം മടങ്ങിപ്പോകും. ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിക്കാൻ ഇടവന്നപ്പോൾ അദ്ദേഹം പറയാ, എനിക്ക് എത്ര വലിയ ഭാഗ്യമാണ് എൻ്റെ ദൈവം തന്നിരിക്കുന്നത്. തൻ്റെ ഭാര്യയ്ക്ക് ഒരു തീരാരോഗം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ആലയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. ഞങ്ങളെത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മുമ്പേ വരുന്ന മനുഷ്യൻ. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, വെച്ചാൽ വലിയൊരു ബിസിനസ്സുകാരനാണ്, സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർന്നു നിൽക്കുന്നതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആരും തരാത്തത് എനിക്ക് ആലയത്തിൽ കിട്ടുന്നുണ്ട്. അവിടെ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാറില്ല. പക്ഷേ ആ പ്രാർത്ഥനയിൽ ഒരഭിഷേകം. അദ്ദേഹം മുമ്പിൽ നിൽക്കുന്ന കാണുമ്പോൾ ഒരു വല്ലാത്ത നൊമ്പരം ഉള്ളിൽ തോന്നുക.
ഈ പ്രാർത്ഥന ചൊല്ലുന്ന എനിക്ക് കിട്ടാത്ത ഒരഭിഷേകം ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന അതെന്താണെന്ന് തിരിയാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടുമുട്ടുന്ന മനുഷ്യർ, എനിക്ക് സഹോദരങ്ങളുണ്ട്, അവർക്കൊക്കെ എന്നെ സ്നേഹമാണ്. എൻ്റെ അമ്മയോ മറ്റോ ഉണ്ട്, അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമാണ്. എൻ്റെ കൂടെയുള്ളവർ അവരെല്ലാം എന്നെ സപ്പോർട്ടാണ്. എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം എൻ്റെ കൂടെയുണ്ട്. പക്ഷേ ഒന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഈ ഈശോ തരുന്നത് മറ്റാർക്കും തരാൻ പറ്റില്ലെന്ന്. ദൈവമക്കളെ, ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു ദൈവാനുഭവം, ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഇതുപോലത്തെ ഒരു ദൈവാനുഭവം, ദൈവം മനുഷ്യന് നൽകാൻ ആഗ്രഹിക്കുന്ന അഭിഷേകങ്ങൾ ദൈവമക്കൾക്ക് നൽകുവാനായിട്ട് അവിടുന്ന് വന്നിരിക്കുന്നു. കാരണം അവിടുന്ന് പിതാവായ ദൈവം അഭിഷേകം ചെയ്ത് പുത്രൻ തമ്പുരാനെ അയച്ചിരിക്കുക. തിരുവചനം പറയുന്നു, അവിടുന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്നു കിട്ടി. ബാബിലോൺ പ്രവാസത്തിലായിരുന്ന ദൈവമക്കളെ വിമോചനത്തിലേക്ക് നയിക്കുവാനായിട്ട് ദൈവം അയച്ച പ്രവാചകനായിരുന്നു യെശയ്യാ പ്രവാചകൻ. ഇതുപോലെ ജനത്തിൻ്റെ അടിമത്തങ്ങളിൽ നിന്ന്, അവരുടെ ബന്ധനങ്ങളിൽ നിന്ന്, അവരുടെ തകർച്ചകളിൽ നിന്ന് സഹനദാസനായ ഈശോ തമ്പുരാൻ ഇതാ മാനവകുലത്തെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നു. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവിടുന്ന് അരുളി ചെയ്തു, ബന്ധിതർക്ക് മോചനം. പലതരത്തിലുള്ള ബന്ധനങ്ങൾ. ദൈവമക്കളെ, ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ ബന്ധനമല്ല, നിന്നെ എന്തിനോടൊക്കെ ബന്ധിച്ചിട്ടിരിക്കുന്നുവോ അവയൊക്കെ നിനക്ക് ബന്ധനമായി മാറുകയാ. ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളോട് നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നുവോ അതൊക്കെ നിനക്ക് ബന്ധനമാ. നിന്റെ കുടുംബമായിരിക്കാം, നിന്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം, നിന്റെ സാമ്പത്തിക അവസ്ഥയായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, അവയൊക്കെ നിനക്ക് ബന്ധനമായി മാറുന്നു. നീ സ്വതന്ത്രനാകുന്നത്, നിനക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് നിന്റെ ദൈവത്തിങ്കിലേക്ക് വരുന്നപ്പോഴാണ്. അവിടുന്ന് തരുന്നൊരു സ്വാതന്ത്ര്യം. ഈശോ തമ്പുരാൻ വന്നത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ്. ആബാപിതാവിൻ്റെ കരങ്ങളിലിരിക്കുന്ന, ആബാപിതാവിൻ്റെ മടിയിലിരിക്കുന്ന, പിതാവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്ന, സ്വർഗത്തിൻ്റെ മുഴുവൻ അവകാശവും സ്വന്തമാക്കുന്ന ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം. ഇതാ ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച. കണ്ണിന് വെളിച്ചമില്ലാത്തവരുടെ കഥയാണ് ഈശോ തമ്പുരാൻ പറയുന്നതെന്ന് വിചാരിക്കല്ല. രക്ഷകനെ കാണാൻ കണ്ണില്ലാത്തവരുടെ, രക്ഷയെ കണ്ടെത്താത്തവരുടെ കണ്ണിൻ്റെ കാഴ്ചയില്ലായ്മയെ പറ്റിയ, ഉൾക്കണ്ണിൻ്റെ കാഴ്ചയില്ലായ്മയെ പറ്റിയ പൊന്നു തമ്പുരാൻ പറയുന്നത്. പൊന്നു തമ്പുരാൻ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വരുമ്പോൾ എൻ്റെ ഉൾക്കണ്ണ് തുറക്കുമെന്ന്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവിടുത്തെ എനിക്ക് കാണാൻ പറ്റുമെന്ന്, എൻ്റെ രക്ഷ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ എന്തിനെ പറ്റിയാ ദുഃഖിക്കണ്ടേ? എൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യദായകനായി ദൈവം വരുമ്പോൾ ഏത് രോഗത്തെ പറ്റി ഞാൻ ദുഃഖിക്കണ്ടേ? എനിക്ക് സമൃദ്ധി തരാൻ കഴിവുള്ള, സമൃദ്ധി എല്ലാറ്റിനെയും ഉടയവനായ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാൻ എന്തിനെ പറ്റി അസ്വസ്ഥപ്പെടണ്ടേ? ഞാൻ അസ്വസ്ഥപ്പെടേണ്ടത് എൻ്റെ ദൈവത്തെ പറ്റിയാ. എൻ്റെ ദൈവത്തെ എനിക്ക് കൈമോശം വന്നിട്ടുണ്ടോ? രോഗക്കിടക്കയിൽ ആരോഗ്യം നഷ്ടപ്പെട്ടോ എന്നല്ല, രോഗക്കിടക്കയിൽ ദൈവത്തെ നഷ്ടപ്പെട്ടോ എന്നുള്ളതാ. കടക്കണിയിൽ സമ്പത്ത് നഷ്ടപ്പെട്ടോ എന്നുള്ളതല്ല, കടക്കണിയിൽ ദൈവത്തെ നഷ്ടപ്പെട്ടോ എന്നുള്ളതാ ചോദ്യം. ഈശോ തമ്പുരാൻ പറഞ്ഞു, ഇതാ കർത്താവിന് സ്വീകാര്യമായ വത്സരം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയെയും ക്ഷണിക്കുന്നത് കർത്താവിൻ്റെ സ്വീകാര്യമായൊരു വത്സരം. കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന, കർത്താവിൻ്റെ പ്രസാദമുള്ളൊരു പുരോഹിതൻ, കർത്താവിൻ്റെ പ്രസാദമുള്ളൊരു സന്യാസിനി, കർത്താവിൻ്റെ പ്രസാദമുള്ളൊരു ദൈവ പൈതൽ. ലൂക്കാസ് വിശേഷകൻ കുറച്ചധികം മനുഷ്യരുടെ കഥകൾ ഇനിയും പറയും. ലൂക്കാസ് വിശേഷകൻ കഥകൾ പറയുമ്പോൾ പറഞ്ഞു വെക്കുന്നതൊക്കെ ദൈവപ്രകാശത്തിലും ദൈവപ്രസാദത്തിലുമൊക്കെ ജീവിച്ചവരാ. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം മറ്റൊന്നല്ല, പൊന്നു തമ്പുരാന്റെ പ്രസാദത്തില്. ഇതാ ഈശോ തമ്പുരാൻ ജോർദാൻ നദിയിൽ മുങ്ങിത്താഴുമ്പോൾ പിതാവായ ദൈവം വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആര് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നുവോ അവരൊക്കെ ദൈവപ്രസാദത്തിൽ ജീവിക്കുന്നവരാണെന്ന്. ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നമ്മളൊരു വലിയ വിടുതലിലേക്ക് ക്ഷണിക്കുകയാണ്. ക്രിസ്തു വരുമ്പോൾ അവിടെ ബന്ധനങ്ങൾ അഴിയും. ക്രിസ്തു വരുമ്പോൾ അവിടെ അന്ധർക്ക് കാഴ്ച കിട്ടും. ക്രിസ്തു കടന്നു വരുമ്പോൾ കർത്താവിന് സ്വീകാര്യമായ ഒരു ജീവിതം ദൈവമക്കൾക്ക് ലഭിക്കും.
പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ ദൈവം നമ്മോട് കൂടെ കാലം മാറും ലോകം മാറും കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ. സിനഗോഗിലേക്ക് കടന്നു വരുന്ന പൊന്നു തമ്പുരാൻ ദൈവത്തിൻ്റെ വചനമെടുത്ത് തുറന്നു പിടിക്കുന്ന ദൈവം തമ്പുരാൻ വചനം ഉച്ചത്തിൽ വായിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. തമ്പുരാൻ്റെ ആത്മാവ് പൊന്നു തമ്പുരാനെ ഇതാ സിനഗോഗിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. They stared at him. എന്തോ സംഭവിക്കാൻ പോകുന്നു. ഇവൻ വായിക്കുന്നത് പോലെ ഇതിനു മുമ്പാരും വായിച്ചിട്ടില്ല. ഇവൻ സംസാരിക്കുന്നത് പോലെ ഇതിനു മുമ്പാരും സംസാരിച്ചിട്ടില്ല. അവൻ വചനം വായിച്ചിട്ട് പറയുന്നു, ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം പൂർത്തിയായിരിക്കുന്നു. കർത്താവ് ആയിരിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളിലേക്കും വ്യാപരിക്കാൻ പോവുകയാണ്. ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മക്കളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ്. ദൈവമക്കളൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ബന്ധനത്തിൻ്റെ മേഖലകളൊക്കെ ഞാനൊന്ന് സമർപ്പിക്കട്ടെ. പലതരത്തിലുള്ള ബന്ധനങ്ങളിലായിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇന്ന് പലതരത്തിലുള്ള ബന്ധനങ്ങളിലായിരിക്കുക. തിന്മയുടെ ബന്ധനത്തിൽ മനുഷ്യന് വല്ലാതെ ആണ്ടുപോയിക്കൊണ്ടിരിക്കുക. രോഗങ്ങളുടെ ബന്ധനങ്ങൾ ഇതാ മക്കളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. ഇതാ സാമ്പത്തിക ക്ലേശങ്ങളുടെ ബന്ധനം മക്കൾക്ക് ഉണ്ടാവുകയാ. സാമൂഹിക ബന്ധനങ്ങൾ ഉണ്ടാവുകയാ. രാഷ്ട്രീയ ബന്ധനങ്ങൾ ഉണ്ടാവുകയാ. ആത്മീയ ബന്ധനങ്ങൾ ഉണ്ടാവുകയാ. തകർച്ചകൾ പലതുമിത ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അവൻ വിടുവിക്കാൻ വന്നവനാ. നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ബന്ധന ജീവിതത്തിൽ ഏത് കാര്യത്തെ പറ്റിയ ദൈവവൈതല് നീ ഒരുപാട് ദുഃഖിക്കുന്നത്, ഒരുപാട് ആലോചിക്കുന്നത്, ഒരുപാട് ആകുലനാവുന്നത് തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കും മക്കള്. ഈശോ ഇടപെടട്ടെ ഈ നിമിഷത്തില്. നിന്റെ ബന്ധനങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരട്ടെ. നിന്റെ തകർച്ചകളിലേക്ക് അവിടുന്ന് കടന്നു വരട്ടെ. നിന്റെ ദുരിതങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവേ, 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 നിന്റെ അന്ധതയിലേക്ക് അവിടുന്ന് കടന്നു വരട്ടെ. അവൻ വന്നിട്ട് നീ എന്താ കാണാത്തത്? നിന്റെ ദുഃഖങ്ങളിലേക്ക്, നിന്റെ വേദനകളിലേക്ക് അവൻ വരട്ടെ. നിന്റെ തകർച്ചകളിലേക്ക്, കുടുംബ പ്രതിസന്ധികളിലേക്ക്, നിന്റെ ജീവിത തകർച്ചകളിലേക്ക് അവൻ വരട്ടെ. ഈശോയേ, 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 ഈശോയേ. ദൈവമേ, അങ്ങേക്ക് പ്രസാദമില്ലാത്തൊരു ജീവിതമാണല്ലോ. അങ്ങേക്ക് പ്രസാദമില്ലാത്ത ജീവിതങ്ങളാണല്ലോ. ഈശോയെ, നിന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. നിന്റെ കാരുണ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. നിന്റെ സൗഖ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. നീ എന്നിൽ പ്രസാദിക്കില്ലേ ദൈവമേ? നിനക്ക് പ്രസാദമില്ലാത്തൊരു പൗരോഹിത്യം, നിനക്ക് പ്രസാദമില്ലാത്തൊരു സന്യാസം, നിനക്ക് പ്രസാദമില്ലാത്തൊരു കുടുംബ ജീവിതം, നിനക്ക് പ്രസാദമില്ലാത്തൊരു വിശ്വാസ ജീവിതം. യേശുവേ, യേശുവേ, യേശുവേ. ഈശോയെ, ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ പ്രസാദിക്കണേ. ഞങ്ങളുടെ നാടിന്റെ മേൽ പ്രസാദിക്കണേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ മക്കളുടെ മേൽ പ്രസാദിക്കണേ. രോഗികളായിരിക്കുന്നവരുടെ മേൽ പ്രസാദിക്കണമേ.
തകർച്ചകളിൽ കഴിയുന്നവരുടെ മേൽ പ്രസാദിക്കണമേ. ദുരിതങ്ങളെ അങ്ങ് പ്രസാദിക്കണമേ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ദൈവമക്കളൊന്ന് സ്തുതിക്കാവോ? കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാവോ? നിന്റെ വേദനകള്, നിന്റെ ബന്ധനങ്ങള്, നിന്റെ അന്ധകാരങ്ങള്, ഈശോയെ, ഈശോയെ, ഏതെങ്കിലും തടവിലാ നീ കിടക്കുന്നതെങ്കിൽ ഈശോയെ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക്, സഭയിലേക്ക്, യേശുവേ, യേശുവേ, ഈശോയെ, 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 ഈശോയെ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. സാധിക്കുന്ന ദൈവമക്കളെല്ലാം മുട്ടിന്മേൽ നിൽക്കുന്നു. ദിവ്യകാരുണ്യനാഥനിലേക്ക് നിന്റെ കണ്ണുകൾ ഉയരട്ടെ. ഇതാ നിന്റെ ദൈവം, നസ്രസിലെ സിനഗോഗിൽ കടന്നു വന്ന ദൈവം, ആ ദൈവമക്കൾക്ക് ഉറ്റുനോക്കിയ ദൈവം. ഇതാ നിന്റെ ദൈവം, വിടുതൽ നൽകുന്ന ദൈവം, സൗഖ്യം നൽകുന്ന ദൈവം, രക്ഷ നൽകുന്ന ദൈവം, ഈ നിമിഷം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവം. ദൈവമൈതലേ, അവനെ ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച്, ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, യേശുവേ, യേശുവേ, യേശുവേ. ഈശോയെ, ഈശോയെ, നിന്റെ മക്കളെ ഒന്ന് നോക്കണേ ഈശോയെ. ഇവരുടെ നിലവിളി ഒന്ന് കേൾക്കണേ ഈശോയെ. ഇവരുടെ കണ്ണീരൊന്ന് കാണണേ ഈശോയെ. ഇവരുടെ രോഗപീഠകളെ നീ ഒന്ന് അറിയണേ ഈശോയെ. അവരുടെ തകർച്ചകളെ ഒന്ന് അറിയണേ ഈശോയെ. ദൈവമേ, ഇവിടെ ദാരിദ്ര്യത്തെ നീ ഒന്ന് അറിയണമേ. ഇവിടെ പ്രതിസന്ധികളെ നീ ഒന്ന് അറിയണമേ ഈശോയെ, ഈശോയെ, ഈശോയെ. ജീവിതം ഒന്ന് കൊടുത്ത് വിളിച്ച മകളെ, നിന്റെ വേദന വിശ്വസിച്ച് പറയാ. ഇതാ അവൻ വരും നിന്റെ ജീവിതത്തിൽ. നിശ്ചയമായും അവൻ വരും. അവൻ രക്ഷകനാണ്, പിതാവായ യജമാനനാണ്, അവൻ അഭിഷിക്തനാണ്, അവൻ മിശിഹായാണ്, അവൻ രക്ഷകനാണ്, അവൻ കർത്താവാണ്. യേശുവേ, യേശുവേ, യേശുവേ. ഇരാ 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 ശബരാന തകബര ഇരാ 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 ഇരാ. സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, സ്തുതിച്ച് പ്രാർത്ഥിച്ച്, സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ശബരാന തകബര ഇരാ 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 കീരകമരരര. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന്, അഭിമന്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന്, അഭിമന്യ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ പുരോഹിതൻ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മാഹാരോഗ, എല്ലാ ബന്ധനത്തിന്റെ അവസ്ഥകൾ, എല്ലാ തകർച്ചയുടെ അവസ്ഥകൾ, എല്ലാ നിരാശയുടെ അവസ്ഥകൾ, പൈശാചിക ബന്ധനങ്ങൾ, നാരകീയ ബന്ധനങ്ങൾ, ദുരന്തങ്ങളുടെ ബന്ധനങ്ങൾ, കൂടെ കൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ, കൂടെ കൂടെ ഉണ്ടാകുന്ന മരണങ്ങൾ, കൂടെ കൂടെ വരുന്ന ദുരിതങ്ങൾ കുടുംബങ്ങളിൽ നിന്ന്, മക്കളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോകട്ടെ, വിട്ടൊഴിഞ്ഞ് പോകട്ടെ, വിട്ടൊഴിഞ്ഞ് പോകട്ടെ, വിട്ടൊഴിഞ്ഞ് പോകട്ടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കടുത്ത നിരാശയ്ക്ക് അടിപ്പെട്ട് കഴിയുന്ന മക്കൾ, കടുത്ത ദുഃഖത്തിന് അടിപ്പെട്ട് കഴിയുന്ന മക്കൾ, വലിയ ഭയത്തിന് അടിപ്പെട്ട് കഴിയുന്ന മക്കൾ, മാനസിക രോഗപീഠകളുള്ളവർ, ആത്മഹത്യാ പ്രവണതകളുള്ളവർ, ഹൈപ്പർ ടെൻഷൻ അടിപ്പെട്ട് കഴിയുന്നവർ, കടുത്ത ഡിപ്രഷൻ അടിപ്പെട്ട് കഴിയുന്നവർ, വലിയ തകർച്ചകളിലേക്ക് നീങ്ങുന്നവർ, മാനസിക രോഗപീഠകൾ അനുഭവിക്കുന്നവർ, ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. കരങ്ങളെ ഉയർത്തി ഒന്നും കൂടെ സ്തുതിക്കാവോ? കരങ്ങളെ ഉയർത്തി ഒന്നും കൂടെ വിളിക്കാവോ? യേശുവേ, 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 യേശുവേ.
സർജറികൾ ആവശ്യമായിട്ടുള്ള മക്കള് ഈ ആഴ്ചകളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ സർജറിക്ക് വിധേയരാകാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഏതാനും മക്കള്, ഡോക്ടർമാരുടെ സർജറി ആവശ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള മക്കള്, ഈശോ കർത്താവ് 18-ലധികം മക്കളുടെ ഇത്തരത്തിലുള്ള സർജറികൾ നീങ്ങിപ്പോകുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. നടക്കാനായിട്ട് പ്രയാസമുള്ളവർ, രണ്ട് കാലിന് തളർച്ച അനുഭവപ്പെടുന്നവർ, വീൽ ചെയറിലായിരിക്കുന്നവർ, നാളുകളായിട്ട് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്ത മക്കൾ, ഈശോ കർത്താവ് 9 പേർക്ക് സൗഖ്യം കൊടുക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നാളുകളായിട്ട് ഉണങ്ങാത്ത വ്രണങ്ങളുള്ളവർ, മുറിവുകൾ ഉണങ്ങാത്ത അവസ്ഥകൾ, സ്കിൻ ഡിസീസ്, ത്വക്ക് രോഗപീഠകൾ, ശരീരത്തിൽ വ്രണങ്ങളുള്ളവർ, സോറിയാസിസ് രോഗപീഠകളുള്ളവർ, 30-ലധികം മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ, 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 ക്യാൻസർ രോഗികളായിട്ടുള്ള 19-ലധികം മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ, 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 ഒരിക്കൽ കൂടി കരങ്ങളെ ഉയർത്തി സ്തുതിക്കാവോ. യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, 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 കരങ്ങളടിച്ച് പാടാമോ? കൈകൾ കൊട്ടി. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. സങ്കടമാകും ചെങ്കടലെന്നെ ചുറ്റുമ്പോൾ, സങ്കടമാകും ചെങ്കടലെന്നെ ചുറ്റുമ്പോൾ, തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. മുട്ടിമേ നിന്ന് കൈകൾ കൂപ്പി പൊന്നുതമ്പുരാൻ ജീവിതത്തിലേക്ക് അഭിഷേകം തരിക. ഈശോയിലേക്ക് നോക്കിക്കോ. ഇന്ന് കേട്ട വചനങ്ങളുടെ മുഴുവൻ അഭിഷേകം തരാൻ പോവുക. പരിശുദ്ധ പരമമാ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്ക് ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേ